കഥയിൽ കാലമുണർന്നൊരു കാലം, കഥയെ കവിത പുണർന്നൊരു കാലം. കഥയിൽ കാലമുണർന്നൊരു കാലം, കഥയെ കവിത പുണർന്നൊരു കാലം. കാലം കാത്തൊരു വിസ്മയ കലയെ കാതിക തീർത്തൊരു കാലം. കാലം കാത്തൊരു വിസ്മയ കലയെ കാതിക തീർത്തൊരു കാലം. കഥാപ്രസംഗകാലം, വീണ്ടും കഥാപ്രസംഗകാലം. കഥാപ്രസംഗകാലം, വീണ്ടും കഥാപ്രസംഗകാലം. നമസ്കാരം. ചില സാങ്കേതിക കാരണങ്ങളാൽ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്ന കഥാപ്രസംഗകാലം വീണ്ടും ആരംഭിക്കുകയാണ്. ഇത് കഥാപ്രസംഗകാലത്തിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുന്നത് പ്രശസ്ത കാഥികനായിരുന്ന ശ്രീ ഐലം ഉണ്ണികൃഷ്ണനെയാണ്. ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പമില്ല. കഥാപ്രസംഗകാലത്തിൻ്റെ തുടക്കത്തിന് വളരെയധികം സംഭാവന ചെയ്ത വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ എപ്പിസോഡ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിയാത്തതിൽ വളരെയധികം ഖേദമുണ്ട്. ശ്രീ ഐലം ഉണ്ണികൃഷ്ണൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 2026 മാർച്ച് 22 ഒരു വർഷം തികയും. അദ്ദേഹത്തിൻ്റെ അഭാവത്തിലാണ് ഈ പരിപാടി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. മുഖവുര ആവശ്യമില്ലാത്ത ഒരു കലാകാരനാണ് ശ്രീ ഐലം ഉണ്ണികൃഷ്ണൻ. കഥാപ്രസംഗകനായി മാത്രമല്ല, നാടകസമിതിയിലൂടെയും മറ്റ് സാംസ്കാരിക സംഘടനകളിലൂടെയും അദ്ദേഹം നമ്മുടെ സാംസ്കാരിക ലോകത്ത് സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. കാണണം, കേൾക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. നമസ്കാരം. ഞാൻ കാഥികൻ ഐലം ഉണ്ണികൃഷ്ണൻ. 13ാം ശതകത്തിൽ ഭാരതരാജ്യത്തിൽ ജീവിതം പടവെട്ടും അന്ധകാരത്തിൽ. 13ാം ശതകത്തിൽ ഭാരതരാജ്യത്തിൽ ജീവിതം പടവെട്ടും അന്ധകാരത്തിൽ. അടിമത്തം കൊടികുത്തും കാലഘട്ടത്തിൽ, അന്നത്തെ ദില്ലിയിലെ രാജമന്ദിരത്തിൽ. അടിമത്തം കൊടികുത്തും കാലഘട്ടത്തിൽ, അന്നത്തെ ദില്ലിയിലെ രാജമന്ദിരത്തിൽ. അന്നത്തെ ദില്ലിയിലെ രാജമന്ദിരത്തിൽ. 13ാം നൂറ്റാണ്ടിൽ മനുഷ്യനെ അടിമയാക്കി ഭാരതം അടക്കി വാഴുന്ന കാലഘട്ടത്തിൽ നടന്നതാണ് ഈ കഥ. ഞാൻ ആദ്യമായിട്ട് കഥാപ്രസംഗ വേദിയിൽ ഇന്നേക്ക് 51 വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ച കഥയായിരുന്നു പ്രേമപൂജ. ഈ കഥ എഴുതിയത് പരവൂർ രാമചന്ദ്രൻ. ഏകദേശം 1500 കൂടുതൽ കഥകൾ എഴുതിയ, 1000ഓളം കാഥികന്മാർക്ക് കഥകൾ എഴുതിയ ഒരു വലിയ സാഹിത്യകാരനായിരുന്നു പരവൂർ രാമചന്ദ്രൻ. എൻ്റെ ഗുരുനാഥനായിരുന്നു കാഥികൻ മണമ്പൂർ ഡി രാധാകൃഷ്ണൻ. പക്ഷേ എൻ്റെ മാനസ ഗുരുക്കന്മാരാണ് കഥാപ്രസംഗ കുലപതികളായ ശ്രീ കിടാമംഗലം സദാനന്ദൻ സാറും അതുപോലെ തന്നെ കാഥികൻ ബി സാംബശിവൻ സാറും. ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലം മഹാകവി കുമാരനാശാൻ ഏറെക്കാലം താമസിച്ചിരുന്ന വീടാണ്. അദ്ദേഹത്തിൻ്റെ വാസസ്ഥലമായിരുന്നു. കുമാരനാശാനും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായ ഭാനുവതി അമ്മയും മക്കളായ ശ്രീ പ്രഭാകരനും സുധാകരനും താമസിച്ചിരുന്ന വീട്. കുമാരനാശാൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ട് 100 വർഷം തികയുന്നു. കഥാപ്രസംഗം ജന്മം കൊണ്ടിട്ടും 100 വർഷം തികയുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കഥാപ്രസംഗത്തിൻ്റെ ആദ്യത്തെ ബീജാപാപം എന്ന് പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ആരാധ്യനായ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുദേവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ നീലകണ്ഠ സ്വാമികൾ ഹരികഥാ കാലക്ഷേപം നടത്തി നടന്ന അദ്ദേഹത്തെ വിളിച്ച് ശ്രീ കുമാരനാശാൻ എഴുതിയ ചണ്ടാലഭിക്ഷയ്ക്ക് കഥാപ്രസംഗമായിട്ട് അവതരിപ്പിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ കുമാരനാശാൻ തന്നെ അതിന് വേണ്ടുന്ന എല്ലാ കരുക്കളും ഒരുമിപ്പിച്ചപ്പോൾ പെട്ടെന്നായിരുന്നു പല്ലനയാറ്റിൽ വെച്ച് റെഡിമർ ബോട്ട് അപകടത്തിൽ കുമാരനാശാൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അന്ന് 1924 ആയിരുന്നു കുമാരനാശാൻ ഈ ലോകത്തോട് യാത്ര പറയുന്നത്. ആ വർഷം തന്നെയായിരുന്നു കഥാപ്രസംഗവും ജന്മം കൊണ്ടത്.
ഇന്ന് 100 വർഷം കഴിഞ്ഞു. ആദ്യമായിട്ട് കഥാപ്രസംഗം അവതരിപ്പിച്ചത് ശ്രീ സത്യദേവനായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യനായ നീലകണ്ഠസ്വാമിയുടെ കഥാപ്രസംഗത്തിന് വേണ്ടി മാറ്റിയ പേരാണ് സത്യദേവൻ. അങ്ങനെ ആദ്യമായിട്ട് ശ്രീ സത്യദേവൻ അവതരിപ്പിച്ച കഥ കുമാരനാശാൻ്റെ ചണ്ടാലഭിക്ഷികയായിരുന്നു. കേളപ്പനാശാൻ്റെ കളരിയിൽ വെച്ചായിരുന്നു ഈ കഥയുടെ ഔപചാരികമായ ഉദ്ഘാടനം. അതിനുശേഷം പിന്നെ കഥാപ്രസംഗം എന്ന് പറയുന്നത് ജനകീയ കലയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വന്നില്ല. എത്രയോ കാഥികന്മാർ, ശ്രീ കെ വാദ്യാർ, കെ തോമസ്, പങ്കജവല്ലി, അങ്ങനെ നിരവധി കാഥികന്മാരും കാഥികന്മാരും ഈ രംഗം അടക്കി വാണു. അതിനുശേഷമായിരുന്നു കഥാപ്രസംഗത്തിന് പുതിയൊരു മുഖം കൊടുത്തുകൊണ്ട് ശ്രീ കിടാമംഗലം സദാനന്ദ സാർ രംഗത്തേക്ക് വരുന്നത്. അദ്ദേഹം ഇങ്ങനെ കഥാപ്രസംഗ രംഗത്ത് രമണൻ അവതരിപ്പിച്ച് കൊടിപാർ നിൽക്കുന്ന സമയത്താണ് കഥാപ്രസംഗത്തിൻ്റെ ജനകീയ ഗാതികനായ വി സാംബശിവൻ ആദ്യമായിട്ട് കഥ അവതരിപ്പിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി ഈ കഥാപ്രസംഗ രംഗത്തെ വാനോളം ഉയർത്തി. ഒത്തിരി കാഥികന്മാർ പിന്നെ ഉണ്ടായിരുന്നു, ഒരുപാട് പേര്, എല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. ശ്രീ ഓച്ചർ രാമേന്ദ്രൻ, കടവൂർ ബാലൻ, ശ്രീ കൊല്ലം ബാബു, കടക്കോട് വിശ്വംഭരൻ, തേവറത്തോട്ട സുകുമാരൻ, മണപ്പൂർ ഡി രാധാകൃഷ്ണൻ, അങ്ങനെ ഒത്തിരി കാഥികന്മാർ. ഇവരെല്ലാം തന്നെ നമ്മെ വിട്ടു പിരിഞ്ഞു പോയി. കഥാപ്രസംഗത്തിൻ്റെ സുവർണ്ണ കാലമായിരുന്നു കഴിഞ്ഞ വർഷങ്ങളെല്ലാം തന്നെ. ആ കഥാപ്രസംഗത്തിന് ഇപ്പോൾ ചെറിയൊരു മന്ദീഭാവം ഉണ്ടായി. അത് കഥാപ്രസംഗത്തിന് മാത്രമല്ല, സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന എല്ലാ കലാരൂപങ്ങൾക്കും ഉണ്ടായി. നാടകത്തിനും കഥകളിക്കും നൃത്തത്തിനും അക്കൂട്ടത്തിൽ കഥാപ്രസംഗത്തിനും ഉണ്ടായി. കഥ കേൾക്കുക എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജന്മസിദ്ധമായ ഒരു വാസനയാണ്. അതിനിന്നും കോട്ടം സംഭവിച്ചിട്ടില്ല. നന്നായി കഥ അവതരിപ്പിക്കുന്നവർ നന്നായി പാടുകയും നന്നായി പറയുകയും നന്നായി അഭിനയിക്കുകയും ചെയ്യുന്ന, കാരണം അങ്ങനെയുള്ള ഒരാളിന് മാത്രമേ നല്ലൊരു കാഥികനായി മാറാൻ കഴിയൂ. പാടാൻ മാത്രം കഴിവുണ്ടെങ്കിൽ കാഥികനാവാൻ കഴിയില്ല. സംസാരിക്കാൻ മാത്രം കഴിവുണ്ടെങ്കിൽ ഒരു കാഥികനാവാൻ കഴിയില്ല. അഭിനയിക്കാൻ മാത്രം കഴിവുണ്ടെങ്കിൽ ഒരു കാഥികനാവാൻ കഴിയില്ല. അങ്ങനെ ഈ 3 ഗുണങ്ങളും കൂടി ഒരുമിച്ച നന്നായി അവതരിപ്പിക്കുന്ന എല്ലാ കാഥികന്മാർക്കും കഥാപ്രസംഗത്തിന് യാതൊരു കുറവുമില്ല. ഇപ്പോഴും പഴയതുപോലെ തന്നെ അവർ കഥ പറയുന്നുണ്ട്. എന്തായിരുന്നാലും കഥാപ്രസംഗത്തിന് ഒരു മന്ദീഭാവമുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ തന്നെ കഥാപ്രസംഗം തുടങ്ങി ഏതാണ്ട് ഒരു 4-5 വർഷക്കാലം കഴിഞ്ഞപ്പോൾ 100-ൽ കൂടുതൽ കഥ അവതരിപ്പിക്കാൻ ഭാഗ്യമുണ്ടായി. പിന്നെ അത് 200-ആയി, 300-ആയി. അങ്ങനെ പല കാഥികന്മാർക്കും ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. കാരണം 10 മണിക്ക് മുമ്പ് തന്നെ എല്ലാ കലാപരിപാടികളും അവസാനിപ്പിക്കണം. ഞങ്ങളൊക്കെ തുടങ്ങിയ കാലഘട്ടത്തിൽ ഞാൻ നേരം വെളുത്താലും കഥാപ്രസംഗം അവസാനിക്കില്ല, നാടകം അവസാനിക്കില്ല, അങ്ങനെയൊക്കെയുള്ളൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം മാറി 10 മണിക്ക് എല്ലാ പരിപാടികളും അവസാനിപ്പിക്കണം. പക്ഷേ കഥാപ്രസംഗ രംഗത്ത് ഇപ്പോഴും കോളേജ് തലത്തിലായാലും സ്കൂൾ തലത്തിലായാലും അവിടെ വരുന്ന കുട്ടികൾക്ക് ഒരു ലിമിറ്റില്ല എന്ന് വേണം പറയാൻ. അത്രമാത്രം സർഗശക്തിയുള്ള കുട്ടികളാണ് കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇവരാരും തന്നെ ഈ രംഗത്ത് പൂർണ്ണമായും നിൽക്കുന്നില്ല. ഒരു ജോലി കിട്ടുമ്പോൾ അവരത് ഉപേക്ഷിച്ചിട്ട് കഥാപ്രസംഗം ഉപേക്ഷിച്ച് അവർ തങ്ങളുടെ ജോലിയിലേക്ക് പോകുന്നു. ഞങ്ങളൊക്കെ അങ്ങനെ അല്ലായിരുന്നു. കഥാപ്രസംഗത്തിന് വേണ്ടി ഒരു ജീവിതകാലം മുഴുവൻ 51 വർഷവും കഥാപ്രസംഗമായിരുന്നു ഞങ്ങളുടെ തൊഴിൽ. ഞങ്ങളെപ്പോലുള്ള എന്നെപ്പോലുള്ള ഒത്തിരി കാഥികന്മാരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ ഇപ്പോഴും വേദികൾ കിട്ടുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഇപ്പോൾ കിടാമംഗലം സദാനന്ദ സാംസ്കാരിക വേദി ഇങ്ങനെ ഒരു പരിപാടി ആരംഭിച്ചപ്പോൾ സത്യത്തിൽ ഒരുപാട് സന്തോഷം തോന്നി. കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കാഥികന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ ജീവിത അനുഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നതൊരു മഹാഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അത് തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശ്രീ സൂരജ് സത്യൻ, അതുപോലെ ആലപ്പി ഋഷികേശ്, ശ്രീ പുളിമാത്ത് ശ്രീകുമാർ, ഇവരോടൊക്കെ തന്നെ ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരെയൊക്കെ ഒന്ന് ഒരുമിപ്പിച്ച് കൂട്ടി അവർക്ക് വേണ്ടി ഈ പരിപാടി അവതരിപ്പിക്കാനായിട്ട് തോന്നിയത് അതൊരു വൻ വിജയമാവട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ അഭിനന്ദിക്കുകയാണ്. കഥാപ്രസംഗത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാം, സാമ്പത് സാറിനെ കുറിച്ച് ഒരു സിനിമയെക്കാളേറെ സാറിൻ്റെ കഥ ഇഷ്ടപ്പെട്ട ജനങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് തന്നെ ഞാൻ ഒരാളിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, കിടാമംഗലത്തിൻ്റെ രമണൻ കഥ ഇന്നും എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അവസാനത്തെ ആ രംഗം ഒന്നും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉദാഹരണത്തിന് കഴിഞ്ഞൊരു ദിവസം തന്നെ ഞാൻ കഥാപ്രസംഗം അവതരിപ്പിച്ചപ്പോൾ ശരത്കാല രാത്രി എന്ന കഥയായിരുന്നു. അതിൽ അവസാനത്തെ രംഗം, ആ കഥാനായിക അവരെ തൂക്കിക്കൊല്ലുന്ന ആ രംഗം ഞാൻ അവതരിപ്പിച്ചപ്പോൾ അവിടെ നിന്ന ജനങ്ങളിൽ ഒരാൾ എന്നോട് പറഞ്ഞത്, കിടാമംഗലത്തിൻ്റെ രമണൻ്റെ അവസാനത്തെ ഭാഗം പോലെ തോന്നിയെന്ന്. അപ്പോൾ അതാണ് നമ്മളൊരു കഥ അവതരിപ്പിക്കുമ്പോൾ ആ കഥയിൽ നമ്മൾ ഉൾക്കൊള്ളണം. അതുകൊണ്ട് കഥാപ്രസംഗത്തിന് നല്ല ശിക്ഷണം വേണം. പുതിയ ആൾക്കാർ വരുന്നോ പിറ്റേന്ന് തന്നെ ആരെങ്കിലും കഥാപ്രസംഗം കേട്ടിട്ട് അതെടുത്ത് വെച്ച് പഠിച്ചിട്ട് ഉടൻ തന്നെ കാഥികനാവുന്ന ആ സ്വഭാവം മാറണം. ഇതിൻ്റെ ഗുരുക്കന്മാരെ തിരഞ്ഞെടുക്കണം. നന്നായി കഥ പറയുന്ന കാഥികൻ്റെ അടുക്ക് ചെന്ന് നന്നായി കഥ പഠിക്കണം, പഠിച്ചു തന്നെ അവതരിപ്പിക്കണം.
അതൊരു കുറച്ചിലായി ആരും കാണരുത്. ഈ പ്രസ്ഥാനത്തെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ, ഈ ജനകീയ കല വീണ്ടും ജനകീയ കലയായിട്ട് തന്നെ ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് പാടുപെടേണ്ടി വരും. അതിനുവേണ്ടി പുതിയ തലമുറയെ നമ്മൾ വാർത്തെടുക്കണം. അങ്ങനെയുള്ള ഒരു മനോഭാവം കേരളത്തിൽ ഇന്ന് കഥാപ്രസംഗ രംഗത്ത് നിൽക്കുന്ന എല്ലാ ഖാദിയന്മാർക്കും ഉണ്ടാകട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കഥയിൽ കാലമുണർന്നൊരു കാലം, കഥയെ കവിത പുണർന്നൊരു കാലം. കഥയിൽ കാലമുണർന്നൊരു കാലം, കഥയെ കവിത പുണർന്നൊരു കാലം. കാലം കാത്തൊരു വിസ്മയ കലയെ കാതിക തീർത്തൊരു കാലം. കാലം കാത്തൊരു വിസ്മയ കലയെ കാതിക തീർത്തൊരു കാലം. കഥാപ്രസംഗകാലം, വീണ്ടും കഥാപ്രസംഗകാലം. കഥാപ്രസംഗകാലം, വീണ്ടും കഥാപ്രസംഗകാലം.